ഞാൻ നേരത്തെ നാഗമാണിക്യത്തിന്റെ കാര്യം പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, സർപ്പം അവൻ അതിന്റെ വായിൽ കരുതുന്ന ആ അമൂല്യമായ നാഗമാണിക്യത്തെക്കാളും ആ മാണിക്യത്തെക്കാളും അതിനേക്കാളും 1000 ഇരട്ടി 10,000 ഇരട്ടി വിലയുള്ള ഒരു മാണിക്യം നിന്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട് ദൈവം. അത് മോഷ്ടിച്ചുകൊണ്ട് പോകാനായിട്ടാണ് ഈ സാത്താൻ നിന്നിലെ ആ പൂട്ട് പൊളിച്ച് അകത്ത് കയറാനായിട്ട് നോക്കുന്നത്. ദൈവം നിന്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ആ വിലയേറിയ ആ രത്ന കല്ലാണ് വിശുദ്ധി. അത് നഷ്ടപ്പെടുന്ന നിമിഷം നിന്റെ ജീവിതം തീർന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, തിരുവചനത്തില് വിശുദ്ധ പത്രോസ്ലീഹ എഴുതിയ ലേഖനം, 1-ാം ലേഖനം 15-ാം വാക്യം, മറിച്ച് നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ എല്ലാ പ്രവൃത്തികളിലും നിങ്ങളും പരിശുദ്ധരായിരിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതോടൊപ്പം വീണ്ടും വിശുദ്ധ പൗലോസ്ലീഹ എബ്രായക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം ഇങ്ങനെ പറയുകയാണ്, എല്ലാവരോടും സമാധാനത്തിൽ വർദ്ധിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുക. വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് സാധിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, ഒരുവന്റെ ആത്മീയ യുദ്ധം അത് ജീവൻ നിലനിർത്താനോ അല്ലെങ്കിൽ സമ്പത്ത് ഒരു കൂട്ടാനോ അവനിലെ സമ്പത്ത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാനോ ഒന്നുമല്ല. ഒരുവൻ അന്ധകാര ശക്തിയുമായിട്ട് യുദ്ധം ചെയ്യേണ്ടി വരുന്നത് അവനിൽ ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന ആ വിശുദ്ധി നഷ്ടപ്പെടാതിരിക്കാനാണ്. എഫെസോസുകാർക്ക് എഴുതിയ ലേഖനത്തിന്റെ 6-ാം അധ്യായം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. 6-ാം അധ്യായം 11 മുതൽ വാക്യങ്ങൾ. സാത്താന്റെ കുടില തന്ത്രങ്ങളെ എതിർത്തു നിൽക്കാൻ ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. എന്തെന്നാൽ നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല, പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിന്റെ അധിപന്മാർക്കും സ്വർഗീയ ഇടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കും എതിരായിട്ടാണ് പടവെട്ടുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നീ ഒരു പുരോഹിതനായിക്കോട്ടെ, നീ ഒരു സന്യസ്തനോ സന്യസ്തിയോ ആയിക്കൊള്ളട്ടെ, നീ ഒരു കുടുംബജീവിതം നയിക്കുന്ന ഒരു വ്യക്തി ആയിക്കൊള്ളട്ടെ, ദൈവത്തിന്റെ കൃപ നിന്നിൽ നിലനിൽക്കണമെങ്കിൽ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നിൽ വസിക്കണമെങ്കിൽ അതിന് ഏറ്റവും ഉത്തമമായിട്ട് വേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വിശുദ്ധിയിൽ ജീവിക്കുക എന്നുള്ളതാണ്. വിശുദ്ധി കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാനോ ദൈവത്തിൽ നിന്നൊരു കൃപ സ്വീകരിക്കാനോ സമാധാനത്തോടെ ജീവിക്കാനോ സാധിക്കില്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ, എല്ലാ കാലഘട്ടത്തിലും ഉണ്ട്, എന്നിരുന്നാലും ഇന്നത്തെ കാലഘട്ടത്തിൽ ഇന്നത്തെ പുതിയ തലമുറ അവർ എത്രത്തോളം വിശുദ്ധിക്ക് പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളതിനെ കുറിച്ചൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു.